ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജെനിജി. കുറച്ചു കാലമായിട്ട് നമ്മുടെ പ്രോഗ്രാമിന് മുടക്കം വന്നിരുന്നു. അതിന് പേഴ്സണലായിട്ടും ടെക്നിക്കലായിട്ടും ചില കാരണങ്ങളുണ്ടായിരുന്നു. ഐ എം റിയലി സോറി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മസൂന ചോദിച്ച ഒരു സംശയമാണ്. ഇറ്റ്സ് റിയലി റെലവൻറ്റ്. വളരെ സ്റ്റ്യൂഡിയസ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അതായത് ടെൻസും ടൈം വേർഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആ സംശയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും റെലവൻ്റ് ആണ്. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷിൽ ചില ടെൻസുകളുമായിട്ട് ബന്ധപ്പെട്ട ടൈം വേർഡ്സ്, ആ ടൈം വേർഡ്സിൻ്റെ കൂടെ ഒന്നിൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ മസൂനയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ടുഡേ എന്ന വാക്കാണ്. അതെല്ലാ ടെൻസിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. നമുക്കത് ക്ലിയർ ചെയ്യാം. അതിനു മുമ്പ് ഈ ടൈം വേർഡ്സും ടെൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ, പാസ്റ്റ് ടെൻസിൽ മാത്രം ഉപയോഗിക്കുന്ന ചില ടൈം വേർഡ്സ് ആണ് യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്. അപ്പോൾ ഈ പദങ്ങൾ മുഴുവൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ്. യെസ്റ്റർഡേ ഇന്നലെ, എഗോ 2 days ago, 2 weeks ago, 2 months ago 2 ദിവസം മുമ്പ്, 2 ആഴ്ചകൾക്ക് മുമ്പ്, 2 മാസങ്ങൾക്ക് മുമ്പ്, ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ എപ്പോഴും പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, അതുപോലെ കഴിഞ്ഞ വർഷം, ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും പാസ്റ്റ് ടെൻസ് മാത്രമേ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ കോൾഡ് ഹിം യെസ്റ്റർഡേ. ഐ കോൾഡ് ഹിം യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഇന്നലെ, ഞാൻ ഇന്നലെ അവനെ വിളിച്ചിരുന്നു. അവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കോൾഡ് എന്നാണ്. അവിടെ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ നാളെ അവനെ വിളിച്ചിരുന്നു എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ അവനെ വിളിച്ചിരുന്നു. അതുപോലെ ഐ വിസിറ്റഡ് ദ സൂ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞാൻ മൃഗശാല സന്ദർശിച്ചിരുന്നു. അവിടെയും പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐ ഗോട്ട് മാരീഡ് 2 months ago. 2 മാസം മുമ്പ് ഞാൻ വിവാഹിതനായി. ഐ ഗോട്ട് മാരീഡ്. അപ്പോൾ ഇവിടെയൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ടൈം വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ് എന്നൊക്കെയുള്ള. അതുപോലെ ഫ്യൂച്ചർ ടെൻസിൽ മാത്രം ഉപയോഗിക്കുന്ന ടൈം വേർഡ്സ് ഉണ്ട്. അതാണ് ടുമോറോ അല്ലെങ്കിൽ നെക്സ്റ്റ് ചേർന്ന് വരുന്ന പദങ്ങൾ. നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ. അടുത്ത ആഴ്ച, അടുത്ത മാസം, അടുത്ത വർഷം, ഇതൊക്കെ ഫ്യൂച്ചറായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ വിൽ കം ടുമോറോ. ഷീ വിൽ കം ടുമോറോ. അവൾ നാളെ വരും. അപ്പോൾ ആ ടുമോറോ എന്നുള്ളിടത്ത് ഷീ കെയിം ടുമോറോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നാളെ അവൾ വന്നു എന്ന് പറയില്ല, നാളെ അവൾ വരും. അതുപോലെ തന്നെ ഷീ വിൽ ഗെറ്റ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അവൾ വിവാഹിതയാകും. ഷീ വിൽ ഗെറ്റ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അതുപോലെ പ്രസന്റിൽ വരുന്നതാണ് നൗ, റൈറ്റ് നൗ, ചിലപ്പോൾ അറ്റ് എ മോമെന്റ് ഓർ ഫോർ ദ ടൈം ബീയിങ്. ഇതൊക്കെ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോദിക്കും, ആർ യു ബിസി നൗ, ആർ യു ഫ്രീ നൗ, അല്ല നീ ഇപ്പൊ തിരക്കിലാണോ, അല്ലെങ്കിൽ നീ ഇപ്പൊ ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നൗ എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ റൈറ്റ് നൗ ഐ ആം അറ്റൻഡിങ് എ ഫ്യൂണറൽ ഫംഗ്ഷൻ. ഈ നിമിഷം, ഇപ്പോഴേ ഞാനിപ്പോൾ വിളിക്കല. അപ്പം നമ്മൾ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുമ്പം പറയും, റൈറ്റ് നൗ ഐ ആം അറ്റൻഡിങ് എ ഫ്യൂണറൽ ഫംഗ്ഷൻ. ഇപ്പം ഞാനൊരു ഫ്യൂണറൽ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ പിന്നെ വിളിക്കുക എന്നാണ്. അപ്പം ഇവിടെയൊക്കെ ആ ടൈം വേർഡ്സും ടെൻസും തമ്മിൽ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ 3 ടൈമുമായിട്ട്. പക്ഷേ മസൂനയുടെ സംശയം ടുഡേ എന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടുഡേ മീൻസ് ഇന്ന്. 24 മണിക്കൂർ വരുന്നതാണ്. അപ്പോൾ അത് രാത്രി ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രാത്രി 12 മണി മുതൽ 12 മണി കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന 24 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന രാത്രി 12 മണിക്കൂർ, ഇത്രയും നീണ്ടതാണ് ടുഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ടുനൈറ്റ്. അതായത് ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് രാത്രി, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം. ഇതിനൊക്കെ നമ്മൾ സാധാരണ ചേർക്കുന്ന പദം എന്താണെന്ന് നോക്കുക. അവിടെ ടുഡേ ചേർക്കില്ല. ടുഡേ മീൻസ് ഇന്ന്. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ദിസ് മോർണിംഗ് എന്നേ പറയുള്ളൂ, ഇന്ന് രാവിലെ. ദിസ് ആഫ്റ്റർനൂൺ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം. രാത്രി എന്ന് വരുമ്പോൾ ടുഡേ എന്നോ ദിസ് എന്നോ ഉപയോഗിക്കില്ല. ടു നൈറ്റ്, ടുനൈറ്റ്, ഇന്ന് രാത്രി എന്നുള്ളതിന് ടുനൈറ്റ് എന്ന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം, ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. ഈ പദങ്ങളുടെ ഒക്കെ കൂടെ അത് സന്ദർഭം അനുസരിച്ചാണ് ചേർക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ വിൽ കോൾ യു ടുഡേ. ഞാൻ നിന്നെ വിളിക്കാം. ഇന്ന് എന്ന് പറഞ്ഞാൽ സമയം തന്നെ. ഇപ്പം ഫോർ എക്സാമ്പിൾ, രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണി 8 മണിയാകുമ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറയാം, ഞാൻ ഇപ്പോൾ ഒരല്പം തിരക്കിലാണ്, പക്ഷെ ഇന്ന് ഞാൻ നിന്നെ വിളിക്കും. ഐ വിൽ കോൾ യു ടുഡേ. ഇന്ന് ഞാൻ നിന്നെ
വിളിക്കാം അല്ലെങ്കിൽ വിളിക്കും എന്നാണ്. അപ്പോൾ ടുഡേ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അത് ഫ്യൂച്ചറിലാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂച്ചർ ടെൻസ് ആണ്. ഐ വിൽ കോൾ, ഞാൻ വിളിക്കും. പക്ഷേ ടുഡേ എന്നുള്ളത് സാധാരണ പ്രസന്റിലാണെങ്കിൽ ഇവിടെ ഫ്യൂച്ചറിന് ഉപയോഗിക്കാം. ഇനി ഐ ഹാവ് കോൾഡ് യു 3 times ടുഡേ. ഇവിടെയും ടുഡേ തന്നെയാണ് ടൈം വേർഡ്, പക്ഷേ പ്രസന്റ് ടൈമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ടുഡേ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിന്നെ 3 തവണ വിളിച്ചിരുന്നു. ഐ ഹാവ് കോൾഡ് യു, അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പം പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ടുഡേന്റെ കൂടെ ചേർക്കുന്നു, കാരണം ആ ടുഡേ കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കിക്കോളൂ. ഐ കോൾഡ് യു at 5 PM ടുഡേ. ഐ കോൾഡ് യു at 5 PM ടുഡേ. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് ഞാൻ വൈകുന്നേരം 5 മണിക്ക് നിന്നെ വിളിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നിന്നെ വിളിച്ചിരുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ രാത്രി 7 മണിക്കോ 8 മണിക്കായിരിക്കും. അപ്പോഴും ടുഡേ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ആ 5 PM എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പം ഈ ടുഡേ ഉപയോഗിച്ചിട്ട് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഉപയോഗിക്കാം എന്നാണ്. അതുപോലെ തന്നെയാണ് ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ടുനൈറ്റ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവും. ഐ വിൽ സീ ഹർ ടുനൈറ്റ്. ഐ വിൽ സീ ഹർ ടുനൈറ്റ്. ഇന്ന് രാത്രി ഞാൻ അവളെ കാണും. അപ്പൊ ഇന്ന് രാത്രി എന്ന് പറഞ്ഞ ആയിട്ടില്ല, പക്ഷെ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിൽ തന്നെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി. അപ്പൊ ഇന്ന് എന്നുള്ളത് രാത്രി 12 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള 24 hours ആണെന്നുള്ളത് ഓർക്കണം. അപ്പൊ ചിലപ്പോൾ ഞാൻ രാവിലെ ആയിരിക്കും പറയുന്നത്, ഓക്കെ ഐ വിൽ സീ ഹർ ടുനൈറ്റ്. ഇന്ന് രാത്രി ഞാൻ അവളെ കാണും. അതുപോലെ ഐ ഹാവ് സീൻ ഹർ ദിസ് മോർണിംഗ്. അപ്പൊ മോർണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നേരം വെളുത്ത് കഴിഞ്ഞു, ഉച്ചയാവുന്നത് വരെയുള്ളതൊക്കെ നമ്മൾ മോർണിംഗ് ടൈം ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനിടയ്ക്കുള്ള ഒരു സമയത്താണ് പറയുന്നത്. ഐ ഹാവ് സീൻ ഹർ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ അവളെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ. അപ്പൊ രാവിലെ എന്നുള്ള സമയം കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നോക്ക്, ഐ സോ ഹർ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവളെ കണ്ടിരുന്നു. ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നത് ടുഡേ കഴിഞ്ഞിട്ടില്ല. ടുഡേ എന്ന് പറയുന്ന ആ നീണ്ട 24 മണിക്കൂർ കഴിഞ്ഞില്ല, പക്ഷേ ചിലപ്പോൾ രാത്രി ഇതേപോലെ ഒരു 7 മണി 8 മണി ആകുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈവനിങ്ങിലായിരിക്കും പറയുന്നത്. നമ്മൾ ആഫ്റ്റർനൂൺ കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ ഈവനിങ് പറയാം, അല്ലെങ്കിൽ രാത്രി നമുക്ക് പറയാം. ഐ സോ ഹർ, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ദിസ് ആഫ്റ്റർനൂൺ, ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന ആ സമയം കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഐ സോ ഹർ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവളെ കണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം കൺഫ്യൂഷൻ മസൂനയ്ക്ക് പ്രധാനമായിട്ട് ഇതാണ്. ടുഡേ, ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ടുനൈറ്റ്. ഈ പദങ്ങളൊക്കെ പ്രസന്റിൽ മാത്രമാണോ ഉപയോഗിക്കാതെ പാസ്റ്റും ഫ്യൂച്ചറും ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കാം എന്നൊരു സന്ദർഭോചിതമാണ്. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഈ 3 ടെൻസിലേക്ക് ഇത് മാറാൻ പറ്റും. ഐ ഹോപ്പ് the doubts of Masuna have been cleared എന്നാണ് എനിക്ക് തോന്നുന്നത്. Thank you very much for asking this question and watching this video. Goodbye till we meet again.